കാരണം സാറിന് ഈ പവർ കട്ട് വളരെ 9 മണി മുതൽ 9:30 വരെ അല്ലെങ്കിൽ 10 മുതൽ 10:30 വരെയൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇത് പുതിയ വിചിത്രമായ പവർ കട്ടാണ്. 8:15 മുതൽ 8:45 വരെ, പിന്നെ രാത്രി 9:15 മുതൽ 9:45 വരെ. പല സ്ഥലത്ത് പല രീതിയിലാണ്. അപ്പം 10:50 മുതൽ പവർ കട്ട്, അങ്ങനെ വിവിധ വിചിത്രമായ പവർ കട്ടാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും അണയ്ക്കാം, തോന്നുമ്പോൾ അണയ്ക്കാം. ഇപ്പം ഒരു ദിവസം 5 തവണ 6 തവണയൊക്കെയാണ് പവർ കട്ട്. മറ്റേ നമ്മൾ ജീവിതത്തിൽ കേട്ടിട്ടുള്ള ഒരു അരമണിക്കൂർ പവർ കട്ട് ഒരു ദിവസം, അല്ലെങ്കിൽ 2 തവണയായിട്ട് അതിൽ കൂടുതൽ കണ്ടിട്ടില്ല. ഒരു തവണ അരമണിക്കൂർ പവർ കട്ടാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ 1, 2, 3 മണിക്കൂർ പവർ കട്ടാണ്. ഇത് സർക്കാരിൻ്റെ പിടിപ്പുകൾ തന്നെയാണ്. അതിനൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ടും അതിനുവേണ്ട നടപടികളെടുക്കേണ്ടത്, പ്രാധാന്യമുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ജനങ്ങളെ വലയ്ക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഫുട്ബോളൊക്കെ നടക്കുന്ന സമയമായതുകൊണ്ട് ആരാധകർ കളി കാണാൻ പല സ്ഥലത്തും കാത്തിരിക്കുമ്പോൾ അവരെ കറണ്ടങ്ങ് പോവുക. കണ്ടുകഴിഞ്ഞാൽ എങ്ങനെ കാണുന്നത്? ഈ ഫുട്ബോൾ കളി, ക്രിക്കറ്റ് കളി പോലെ രാവിലെ തുടങ്ങി വൈകിട്ട് തീരുകയല്ലല്ലോ. ഇത് മണിക്കൂറുകളല്ലേ നീണ്ടു നിൽക്കുന്നുള്ളൂ. ആ സമയത്തിനുള്ളിൽ കറണ്ട് പോവുക. രാത്രി പോലും, അർദ്ധരാത്രി പോലും പവർ കട്ട് നടപ്പിൽ വരുത്തുന്നതോടുകൂടി കളി കാണാൻ പറ്റാതെ ജനങ്ങൾ അസ്വസ്ഥരാകുകയും അവർ ഒരു 1-2 ദിവസം കൂടെയുള്ള അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ? അപ്പോൾ അതുപോലും പരിഗണിക്കുന്നില്ല. കേരളത്തിലെ ജനങ്ങളിൽ അത്തരം ഒരു യുവജനങ്ങളിൽ അത്തരത്തിലുള്ള മുതിർന്നവരുടെയും എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ഈ കളി ഫൈനൽസിലേക്കൊക്കെ പോവുകയാണ്. നാളെയൊക്കെ പവർ കട്ടെന്ന് പറയുന്നത് ഒരു സർക്കാരിൻ്റെ നാണം കെട്ട അവസ്ഥ എന്നേ പറയാനൊക്കത്തുള്ളൂ. ഫുട്ബോളിൻ്റെ ഫൈനൽസൊക്കെ വരുമ്പോൾ ലൂസേഴ്സ് ഫൈനലും ഫൈനൽസും വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ദ്രോഹം ചെയ്യാതിരിക്കുന്നതാണ് സർക്കാരിന് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ കാണാതെ പോയ തീപ്പെട്ടിയും മെഴുതിരിയൊക്കെ വാങ്ങിച്ച് കരുതിക്കൊള്ളുക. UDFൻ്റെ ഭരണമാണ്. പവർ കട്ട് 5 മണിക്കൂർ പോയാലും ചിരിക്കുന്ന മന്ത്രിമാരും പുഞ്ചിരിക്കുന്ന മുഖ്യമന്ത്രിയും ഒക്കെ ഉള്ളതുകൊണ്ട് സന്തോഷമായിട്ട് നമുക്ക് കഴിഞ്ഞുകൂടാം. തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു 1-2 ദിവസം ഇന്ത്യയിൽ ആകെ ഉണ്ടായ ഒരു പ്രതിസന്ധിയുടെ ഭാഗമായി കറണ്ട് കട്ട് വന്നപ്പോൾ വലിയ പ്രതിഷേധങ്ങളായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് കാണാത്തതിൽ വളരെ തമാശയായിട്ടാണ് തോന്നിയത്. ഇതൊരു പവർ കട്ടല്ല. UDF ഭരിക്കുന്നതുകൊണ്ട് ഇത് പവർ കട്ടെന്ന് ഇതിന് പേര് പറയാൻ പറ്റത്തില്ല.